ലോകം കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ 1955 ഏപ്രിൽ 18 മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ റിലീജിയസ് സെറമണി ഒന്നും വേണ്ട, അദ്ദേഹത്തിൻ്റെ ബോഡി ക്രിമേറ്റ് ചെയ്യുക, എന്നിട്ട് ആഷസ് എടുത്തിട്ട് ഏതെങ്കിലും പുഴയിൽ ആരും അറിയാതെ ഒഴുക്കിക്കളയാം. അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ റിലീജിയസ് സെറമണീസ് ഒന്നും ഉണ്ടായില്ല, ഫ്യൂണറൽ സർവീസ് ഒന്നും ഉണ്ടായില്ല. ഇദ്ദേഹത്തിൻ്റെ ചിതയിൽ വെച്ച് ദഹിപ്പിക്കുകയാണ്, ക്രിമേറ്റ് ചെയ്യുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ഞെട്ടിക്കുന്ന വാർത്ത ലോകം അറിയുന്നത്. ഈ ചിതയിൽ വെച്ച അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് ബ്രെയിൻ ഉണ്ടായിരുന്നില്ല. ആരായിട്ട് എടുത്തുകൊണ്ട് പോയി? അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തോമസ് ഹാർവേ ഈ തലച്ചോറ്, അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ 2 ജാറുകളിലാക്കി വീട്ടിലോട്ട് അടിച്ചു മാറ്റി. ആരോടും പറഞ്ഞില്ല. പിന്നീട് അറിഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഐൻസ്റ്റീൻ്റെ മകൻ കൊടുത്ത ലീഗൽ അനുവാദം വെച്ചിട്ട് തോമസ് ഹാർവേ ഇത് അടിച്ചു മാറ്റിയത് വേറൊന്നുമല്ല, ഈ പ്രത്യേകതയുള്ള ബ്രെയിൻ, ഇതിൻ്റെ അകത്ത് എന്താണ് ഇത്ര പ്രത്യേകത എന്നറിയാൻ വേണ്ടി പരീക്ഷ നടത്താൻ വേണ്ടി അദ്ദേഹം മാറ്റിയത്. നല്ലൊരു കാര്യത്തിന് വേണ്ടി മാറ്റിയത്. അങ്ങനെ മകൻ്റെ അനുവാദം കിട്ടുന്നു. ഇദ്ദേഹം 170 കഷ്ണങ്ങളായിട്ട് ഈ ബ്രെയിനിനെ തിരിച്ചിട്ട് പല സ്ഥലങ്ങളിലേക്കും പല സയൻറ്റിസ്റ്റുമാർക്കും കൊടുക്കുകയാണ് ഈ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാൻ. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ബ്രെയിൻ? അതായിരുന്നു അവരുടെ റിസർച്ച്. അങ്ങനെ നോക്കിയപ്പോൾ അവർ ഈ ബ്രെയിൻ്റെ തൂക്കം, ഒരു സാധാരണ മനുഷ്യൻ്റെ ബ്രെയിൻ 1200 തൊട്ട് 1600 ഗ്രാം തൂക്കം വരും എന്ന് പറയുന്നത്. പക്ഷേ ഐൻസ്റ്റീൻ്റെ 1230 ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രെയിൻ്റെ തൂക്കം. ബ്രെയിൻ്റെ തൂക്കം അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പറയുന്നത് ഈ ഗ്ലിയൽ സെൽസ് കുറച്ച് കൂടുതലായിരുന്നു പറയാം. ഗ്ലിയൽ സെൽസ് എന്താണെന്ന് എനിക്കും വ്യക്തമായിട്ട് അറിയത്തില്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് പഠിക്കുക. അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റു ആൾക്കാരുടെ ബ്രെയിൻ പോലെ തന്നെ, മറ്റു മനുഷ്യരുടെ ബ്രെയിൻ പോലെ തന്നെ ആയിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബ്രെയിൻ എന്ന് പറയാം. പക്ഷേ ഇറ്റ് ഈസ് യുണീക്ലി വയേർഡ് എന്ന് അവർ പറയും. യുണീക്ലി വയേർഡ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ബ്രെയിന് നമ്മുടെ ബ്രെയിൻ പോലെ തന്നെ ആയിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബ്രെയിൻ. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായിട്ട് മാറിയത്? അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? അറിയാനുള്ള ആഗ്രഹം, പിന്നെ കണ്ടിന്യൂസ്, നിരന്തരമായ പ്രയത്നം, കണ്ടിന്യൂസ് എഫേർട്ട്. അറിവ് നേടാനുള്ള ആഗ്രഹവും എഫേർട്ടും ആണ് ആൽബർട്ട് ഐൻസ്റ്റീനെ ഒരു മഹാനായ മനുഷ്യനാക്കി മാറ്റുന്നത്. അത് ബ്രെയിനല്ല. നമുക്കെല്ലാവർക്കും ദൈവം ഒരുപോലെ ബ്രെയിൻ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, നമ്മൾ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് നമ്മൾ നിറക്കുന്നത്? അറിവുകൊണ്ട് എങ്ങനെ നിറക്കുന്നത്?